ഇന്ത്യൻ ജനാധിപത്യം ഇന്നൊരു നിർണായക വഴിത്തിരിവിലാണ്. ഗാന്ധിയുടെ അഹിംസയും അംബേദ്കറുടെ ഭരണഘടനയും ജൻസിയുടെ ഡാറ്റ അധിഷ്ഠിത രാഷ്ട്രീയവും ഒരുമിക്കുന്ന സാഹചര്യം. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ വിദ്യാർത്ഥികളെ അണിനിരത്തി സമരം നയിക്കുകയും പോലീസിന്റെ ക്രൂരമായ ലാത്തിചാർജിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ഒരു ABVP നേതാവായിരുന്നു രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. എന്നാൽ കാലം തിരിച്ചുവെച്ച വിധി പോലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും രാജ്യമൊട്ടാകെ കൊടുങ്കാറ്റായപ്പോൾ വിചാരണ കൂട്ടിൽ നിന്നത് അതേ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയായിരുന്നു. ABVP പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച പ്രധാൻ 1985 കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായും തുടർന്ന് ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയായും 1995 ദേശീയ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു. 1997 ഒഡീഷയിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ ചോദ്യപേപ്പർ ചോർച്ച ആരോപിച്ച് ഭുവനേശ്വറിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ നയിച്ച് ABVPയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാഷ്ട്രീയ വളർച്ച വേഗത്തിലാക്കിയത്. വർഷങ്ങൾക്ക് ശേഷം അതേ ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും ദേശീയ തലത്തിൽ വിവാദമായപ്പോൾ വിമർശനങ്ങളുടെ കേന്ദ്രബിന്ദുവായത് ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയായിരുന്നു. ഒരു കാലത്ത് സർക്കാരിന്റെ ഉത്തരവാദിത്തം ചോദ്യം ചെയ്ത വിദ്യാർത്ഥി നേതാവ് ഇന്ന് ഭരണത്തിന്റെ ഭാഗമായിരിക്കെ അതേ വിഷയത്തിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രതിരോധത്തിലാകേണ്ടി വന്നു. ജൂൺ 6 ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ആരംഭിച്ച സമരം ക്രമേണ രാജ്യവ്യാപക പ്രക്ഷോഭമായി വളർന്നതോടെ കേന്ദ്ര സർക്കാരിന്മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഏറുകയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം ശക്തമായിരുന്നെങ്കിലും അദ്ദേഹം പദവി ഒഴിയാൻ തയ്യാറായില്ല എന്നതാണ് പ്രശ്നം ഏറെ വഷളാക്കിയത്. അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന വിമർശനവും പ്രതിപക്ഷവും വിദ്യാർത്ഥി സംഘടനകളും ഉയർത്തി. എന്നാൽ സമരക്കാർ തങ്ങളുടെ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നതോടെ സർക്കാരിനൊടുവിൽ കടുത്ത തീരുമാനം തന്നെ എടുക്കേണ്ടി വന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം അനുവദിക്കുക, സമരത്തിൽ പങ്കെടുത്തവർക്കെതിരായ കേസുകൾ പിൻവലിക്കുക എന്നിവയായിരുന്നു പ്രതിഷേധക്കാരുടെ മറ്റ് പ്രധാന ആവശ്യങ്ങൾ. ഇതിനിടെ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പുതിയ നിയമം കൊണ്ടുവരികയും NTA-യിലെ 47 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തെങ്കിലും പ്രതിഷേധത്തിന്റെ ശക്തി കുറയ്ക്കാൻ അതിന് കഴിഞ്ഞിരുന്നില്ലെന്നതാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് എത്തിയത്. ഗത്യന്തരമില്ലാതെ രാജിവെക്കുമ്പോൾ 2026 നീറ്റ് പരീക്ഷാ വിവാദവും അതിനു പിന്നാലെയുണ്ടായ വിവാദങ്ങളും ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.